ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുക്കർ കേക്കാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. ജോയ്സൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ കുക്കറിൽ ഒരു കേക്ക് ഉണ്ടാക്കിയതാണ് നിങ്ങളെ കാണിക്കുന്നത്. ജോയ്സൺ കേക്ക് മുറിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾക്ക് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബൂസ്റ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. ബൂസ്റ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ വേണ്ടത് 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മുട്ട ഉടച്ചൊഴിക്കുകയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് വേവാനുള്ളൊരു താമസം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു താമസവുമില്ല. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും, അതും കുക്കറിനകത്ത്. ആ 3 മുട്ട ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഉടച്ചൊഴിച്ച് കൊടുത്തു. ഇനി ചെറിയ സ്റ്റീൽ ഗ്ലാസ്, ഇതുപോലത്തെ ചെറിയൊരു സ്റ്റീൽ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതിനുശേഷം ആ ചെറിയ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ എടുക്കുക. അതിനുശേഷം ആ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടോ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ 2 ഏലക്കയുടെ കുരു പൊട്ടിച്ച് ഇട്ടാലും മതി. ഞാനിപ്പോൾ ഒരു തുള്ളി വാനില എസൻസ് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായ ബൂസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. നമ്മൾ 5 രൂപയുടെ പാക്കറ്റ്, ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടിയില്ലേ, അതേ ആവശ്യമുള്ളൂ. ഞാൻ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. അതെല്ലാം കൂടി ചേർത്ത് മിക്സിയിൽ ഒരു 5 സെക്കൻഡ് ഒന്ന് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ നന്നായി മിക്സിയിലായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കും. ഇത്രയേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഇനി നമ്മൾക്ക് പൊടിയിട്ടാൽ മതി. ഇനി നമുക്ക് പൊടിയാണ് എടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ 1.5 കപ്പോളം മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1.5 കപ്പ്. മറ്റ് ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് ആണ് നമ്മൾ ഓയിലും അതുപോലെ പാലും അതുപോലെ പഞ്ചസാരയും നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തു. പിന്നീട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. അത് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തു. നമുക്കതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഒരു 3-4 പ്രാവശ്യം നമുക്ക് തിരിച്ച് അരിച്ചിട്ട് പിന്നെ അത് തിരിച്ചിട്ട് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമുക്കത് അരിച്ചെടുക്കണം. അതെല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും പ്രാവശ്യമൊക്കെ അരിച്ചെടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തിച്ചേരണം. അതിനായിട്ട് തന്നെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ അരിച്ചതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് പിന്നെ അത് അങ്ങനെ 3-4 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് അരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മളുടെ ഇനി അതങ്ങോട്ട് ഇട്ട് നമുക്കൊന്ന് ഇളക്കി കുക്കറിനകത്ത് ഒഴിക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. പെട്ടെന്നായില്ലേ. ഇനി അത്
നമ്മൾക്കത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ, അത്രേ താമസമുള്ളൂ. അല്ലാതെ നമ്മൾക്കിത് പെട്ടെന്ന് നമ്മൾക്ക് വൈകുന്നേരം ഈ കുട്ടികൾക്കൊക്കെ ഒരു കേക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കേക്കാണിത്. നമ്മൾക്ക് ഒത്തിരി അതിനകത്ത് ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം, മുട്ടയും പാലും, അതുപോലെ തന്നെ പഞ്ചസാര, അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ, അത്രയൊക്കെ വേണ്ടൂ. പിന്നെ ബൂസ്റ്റ് 2 പാക്കറ്റ്, ചെറിയ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റ് ഉണ്ടെങ്കിൽ സമൃദ്ധിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ 3-4 പ്രാവശ്യം അരിച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ അരച്ച് കൂട്ടി വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് നമ്മൾക്ക് അരിപ്പയിൽ തന്നെ അങ്ങ് ഒന്ന് അരിച്ച് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളുടെ ആ മുട്ടയും അതുപോലെ തന്നെ പാലും ബൂസ്റ്റും എല്ലാം കൂടി അടിച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഞാനത് അരിപ്പയിൽ തന്നെ ഇട്ട് അതിലേക്ക് അരിച്ചിട്ട് കൊടുത്തു. അങ്ങനെ പല പ്രാവശ്യം അരിച്ച് അങ്ങനെ എല്ലാ ഭാഗത്തും നമ്മളുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എത്തുന്ന വിധത്തിൽ പല പ്രാവശ്യം അരിച്ച് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചോ ഒരു തവി ഉപയോഗിച്ചോ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇളക്കുന്നതായിരിക്കും നല്ലത്. കൂട്ടി ഇങ്ങനെ ഇളക്കാതെ ഇതുപോലെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഇളക്കി തിരിച്ച് ഇങ്ങനെ ഇളക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഇളക്കി കൂട്ടുകയാണ്. നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മളുടെ സ്പൂൺ കൊണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ആകണം എല്ലാം കൂടി. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇളക്കുന്നൊരു താമസമേ ഉള്ളൂ. ഇനി അത് പൊടിയും അതെല്ലാം കൂടി ഒന്ന് ചേരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിൽ കട്ടകളൊന്നും ഉണ്ടാകാതെ നമ്മളതിലേക്ക് ഇട്ടപ്പോൾ ചെറിയ കട്ടകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി അതൊന്ന് റെഡിയാക്കി എടുക്കണം, നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. ഇപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാം. ഉണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾക്ക് കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് എല്ലായിടത്തും വരുന്ന വിധത്തിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. ആ കുക്കറിൻ്റെ എല്ലാ സൈഡിലും വരുന്ന വിധത്തിൽ നമ്മൾ ആ എണ്ണ ഒന്ന് തേച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കേക്കിൻ്റെ ബാറ്റർ അങ്ങോട്ട് ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പണി. വളരെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ? അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും, ഒരു കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ കേക്കാണ് ഈ കുക്കർ കേക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ അത് മുഴുവൻ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അത് ആ തവി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ശേഷം നമ്മൾക്ക് കുക്കർ അടച്ച് നമ്മൾക്കൊന്ന് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. അതിൻ്റെ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി പതുക്കെ ഒന്ന് തട്ടിയതിന് ശേഷം നമുക്ക് നമ്മളുടെ പഴയ നോൺ സ്റ്റിക്ക് പാനോ നമ്മളുടെ കോട്ടിങ്ങൊക്കെ പോയ നോൺ സ്റ്റിക്ക് പാനൊക്കെ നമ്മുടെ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ ഒരെണ്ണം എടുത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം തീർത്തും ലോ ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ച് നമ്മൾക്കൊരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ നമ്മൾക്കിത് ആ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാൻ. നമുക്ക് ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളുടെ കേക്ക് റെഡിയായി കിട്ടും. അങ്ങനെ അത് ആറിയതിന് ശേഷം ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെച്ചു. അത് ആറിയതിന് ശേഷം ഞാൻ
എടുത്തു. കണ്ടോ, നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു കത്തി ഉപയോഗിച്ച് അതൊന്ന് ഇതുപോലെ ഒന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇങ്ങനെ കമത്തിയെടുക്കാം. കണ്ടോ, അങ്ങനെ നമ്മുടെ കേക്ക് റെഡിയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.